സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവദൂതന്മാരെക്കാൾ അല്പമാത്രം താഴെയായി മനുഷ്യനെ അവിടുന്ന് സൃഷ്ടിച്ചു. അപ്പോൾ ആരാണ് ഈ മനുഷ്യനെന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. 3 സിദ്ധികളാൽ മനുഷ്യൻ നിറഞ്ഞവനാണ്: ശരീരം, ബുദ്ധി, ആത്മാവ്. ഇത് 3 മനുഷ്യനിലുണ്ട്. ചിലർ ജഡീയ മനുഷ്യരാണ്, ശരീരം മാത്രം ശ്രദ്ധിക്കും. ചിലർ ആത്മീയ മനുഷ്യരാണ്, ശരീരം ശോഷിച്ചാലും മെലിഞ്ഞാലും രോഗം വന്നാലും ആത്മാവിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ശരീരത്തിലും ആത്മാവിനും ശ്രദ്ധിക്കണം. ആരോഗ്യമുള്ള ശരീരം വേണം, ആരോഗ്യമുള്ള ആത്മാവ് വേണം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള ആത്മാവ്, അതിൽ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോകണം. അപ്പം ആരാണ് ഈ മനുഷ്യൻ? ചില മനുഷ്യരൊന്നും ധാർമ്മിക മനുഷ്യരാണ്, ധാർമ്മിക മൂല്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കും. ചില മനുഷ്യർ ആധ്യാത്മിക മനുഷ്യരാണ്, ആത്മീയ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കും. എല്ലാ ധാർമ്മികരും ആത്മീയരാകണമെന്നില്ല, പക്ഷെ എല്ലാ ആത്മീയരും ധാർമ്മികരാണ്. ധാർമ്മിക മനുഷ്യൻ ധർമ്മരോക്ഷമുണ്ട്, സത്യത്തിന് വേണ്ടി മുറുകെ നിൽക്കും. അത് സത്യം, ധർമ്മം ഒരു പ്രിൻസിപ്പിൾ, അതിനപ്പുറത്തേക്ക് ഒരു ദൈവിക ചിന്ത ഉണ്ടാകണമെന്നില്ല. ചില രാഷ്ട്രീയക്കാരുണ്ട്, ധാർമ്മിക മനുഷ്യരാണ്, പക്ഷെ ദൈവവിശ്വാസം ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവവിശ്വാസം ഉള്ള ആത്മീയ മനുഷ്യർ എല്ലാ പെരുമാറ്റത്തിലും അവർക്ക് ധാർമ്മികതയുണ്ടാകും. ചില മനുഷ്യരെക്കുറിച്ച് നമുക്ക് ഒന്നും നല്ലത് പറയാനില്ല, പറയാനുള്ളത് മുഴുവൻ മോശമായ കാര്യങ്ങളേ ഉള്ളൂ. എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും ചിലരെക്കുറിച്ചൊന്നും പറയാനില്ല. ബൈബിളിൽ ക്രിസ്തു ചില മനുഷ്യരെക്കുറിച്ച് ചില കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു യൂദാസിനെ കുറിച്ച്, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ജനിക്കാതിരുന്നാൽ നന്നായിരുന്നു. ഹെറോദോസിനെ കുറിച്ച് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറയുക, കുറുക്കനോട്. വീണ്ടും പറഞ്ഞു, ഉറപ്പ് നൽകുന്നവൻ കഴുത്തിൽ തിരികൽ കെട്ടി താഴ്ത്തി വെള്ളത്തിൽ മുങ്ങുന്നതാ ഭേദം. അപ്പോൾ ഈശോ കടുപ്പമുള്ള വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഒരു നല്ല വാക്കും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 1 നത്താനിയേലിനെ കുറിച്ച്, കരയില്ലാത്ത ഇസ്രായേൽക്കാരൻ, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കണ്ടതാ. ദൈവം എന്നെക്കുറിച്ച് നല്ലത് പറയുമോ, ഇവൻ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമോ, അതോ കരയില്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറയുമോ? അത് നമ്മൾ തന്നെ പരിശോധിക്കണം. ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ഒരു വലിയ സമ്മാനമല്ലേ മനസ്സാക്ഷി. മനസ്സാക്ഷിയിൽ ഒരു പരിശോധന നമ്മൾ നടത്തണം. ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ള ഒരു പരിശോധന മനസ്സാക്ഷിയിൽ നമ്മൾ നടത്തണം. നമ്മുടെ വണ്ടി എത്ര സ്പീഡിൽ പോയാലും പമ്പ് കാണുമ്പോൾ ഡീസൽ അടിക്കാതെ പെട്രോൾ അടിക്കാതെ വണ്ടിക്ക് പോകാൻ പറ്റുകയില്ല. ഒരു ടോർച്ച് എത്ര ഭംഗിയായിട്ട് ജ്വലിച്ചാലും ചാർജ് ചെയ്യാതെ ബാറ്ററി മാറാതെ ജ്വലിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര നല്ലവരാണേലും ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ചിന്തിക്കണം, ദൈവമേ, ഞാൻ ഈ പോക്ക് പോകുന്നത് ശരിയാണോ, എൻ്റെ വഴികൾ ശരിയാണോ, എൻ്റെ ചിന്തകൾ ശരിയാണോ, എൻ്റെ ഇടപെടലുകൾ ശരിയാണോ? ആ ഒരു ചിന്ത, ഒരു ആത്മശോധന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കണം. ഒരു വീട്ടിൽ ഇരട്ടകൾ, 2 പേരും 35 വയസ്സോളം പ്രായമായ ഇരട്ടകൾ, കള്ളുകുടി, പെണ്ണുപിടി, ചെറ്റപൊളി, ചീട്ടുകളി, ദൂർത്തടി, എല്ലാത്തിലും ബിരുദാനന്തര ബിരുദം സമ്പാദിച്ചവരാ. ഇതിൽ ഒരുത്തൻ വണ്ടി ഇടിച്ച് മരിച്ചുപോയി. അപ്പോൾ അവൻ്റെ ശവം അടക്കുമ്പോൾ അവനെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് അച്ഛൻ പറയുമോയെന്ന് ജീവിച്ചിരിക്കുന്ന സഹോദരൻ ഒരു ടെൻഷൻ. അവൻ പള്ളിക്ക് കൊണ്ടുവന്ന് കാര്യമായി സംഭാവന കൊടുത്തിട്ട് പറഞ്ഞു, പള്ളിയുടെ പെയിൻ്റൊക്കെ മങ്ങിപ്പോയി, വ്യാഗരിയൊക്കെ മാറ്റി വെക്കണം, ഈ പണം കൊണ്ട് അത് ഉപയോഗിച്ച് ചെയ്തു കൊള്ളുക. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം കൂടി ചെയ്യണം. എൻ്റെ സഹോദരനെ അടക്കുമ്പോൾ ചരമപ്രസംഗം പറയുമ്പോൾ അവൻ മോശക്കാരനാണ്, ചീത്തയാണെന്ന് അർത്ഥം വരുന്ന രീതിയിൽ പ്രസംഗം പറയല്ലേ, അവൻ നല്ലവനാണ് എന്നേ പറയാവൂ. അച്ഛൻ നോക്കി, ഡിക്ഷണറി തപ്പിയാൽ പോലും ഇവനെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ല. എന്തു പറയും? ആൾക്കാർ കൂടി നിൽക്കുന്നു. ശവമഞ്ചത്തിലെടുക്കുന്ന അച്ഛൻ പറഞ്ഞു, ഈ മനുഷ്യൻ ജനിച്ചു പോയല്ലോ എന്ന് അമ്മയ്ക്ക് പോലും ചിന്തയുണ്ട്. നാടിന് ശാപം, ഭൂമിക്ക് ഭാരം, മറ്റുള്ളവർക്കെല്ലാം ഉറപ്പ് കൊടുത്തൊരു ജീവിതം, ഇത്രയേ ഉള്ളൂ ജീവിതം, ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവൻ്റെ ജീവിച്ചിരിക്കുന്ന സഹോദരനോട് ഇവനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ചിലരെ കുറിച്ച് അങ്ങനെയും നമുക്ക് നന്മ കാണാൻ പറ്റൂ, ഇവരൊരു നന്മയും കണ്ടെത്താൻ പറ്റുകയില്ല. ഇപ്പം കുറച്ച് നാളെ ജീവിച്ചുള്ളൂ,
എന്ത് ലോകം പറയുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. ബൈബിളിൽ പറയുന്ന വാക്കില്ലേ, ഈ വൃക്ഷം 1 വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തരുമോ നോക്കാം. 2023 1 വർഷം കൂടി കർത്താവ് തരിക. ഫലമില്ലാത്ത വൃക്ഷം ഒന്നുകൂടി ഫലം കായ്ക്കുന്നതാകുമോ? ഫലമില്ലാത്ത വൃക്ഷമായി നിൽക്കാതെ ജീവജലത്തിൻ്റെ അരുവിയുടെ പാർശ്വങ്ങളിൽ പച്ചകടാല ഫലം ചൂടുന്ന അത്യവൃക്ഷങ്ങളായി നിൽക്കാനുള്ള വിളിയ ദൈവം നമുക്ക് തന്നത്. ഈ കൊച്ചു ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാകണം. ഒരു മരത്തെ ബലപ്പെടുത്തുന്ന 2 കാര്യങ്ങളാണ്. 1 റൂട്ട്സ്, 2 ഫ്രൂട്ട്സ്. രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഫ്രൂട്ട്സ് നല്ലതായ മാത്രം പോരാ, അതാകണമെങ്കിൽ റൂട്ട് ബലപ്പെടണം. ചിലപ്പം കുറേ കാലമൊക്കെ കുറേ നല്ല കാര്യം ചെയ്ത് നടക്കും, ഫ്രൂട്ട്സ് നല്ലതാണ്. പക്ഷേ കുറേ കഴിയുമ്പം പഴയതിനേക്കാൾ മോശമായിട്ട് മാറും, കാരണം റൂട്ട് നല്ലതല്ല. വിശ്വാസത്തിൽ വേര് പതിപ്പിച്ച, ക്രിസ്തുവിൽ വേര് പതിപ്പിച്ച, ആത്മീയതയിൽ വേര് പതിപ്പിച്ച മനുഷ്യനാകുമ്പോൾ അവൻ്റെ ജീവിതം മുഴുവൻ നന്മയുടെ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കും. ഫലം കായ്ക്കുന്ന ജീവവൃക്ഷമായി അവൻ മാറും. ഇപ്പം നമ്മൾ ഏത് ടൈപ്പ് എങ്ങനെയെന്ന് ഒരു പരിശോധന. മർക്കോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലെ ഒരു കഥാപാത്രത്തെ നമ്മുടെ ജീവിതവുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു കഥാപാത്രം നമ്മുടെ പര്യായമായി, നമ്മുടെ പ്രതീകമായി ബൈബിളിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു പിശാച് ബാധിതൻ. യേശു നഗരത്തിലേക്ക് വന്നപ്പോൾ ഒരു പിശാച് ബാധിതൻ കല്ലറയിൽ നിന്നും സെമിത്തേരിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇതാണ് മർക്കോസ് 5 പറയുക. അവൻ യേശുവിനെ കണ്ടപ്പോൾ അലറി വിളിച്ചു. അവൻ വസ്ത്രം ധരിച്ചിരുന്നില്ല, എല്ലാ ചങ്ങലകളും പൊട്ടിച്ചിരുന്നു, സെമിത്തേരിയിൽ വാസമായിരുന്നു. അലറി വിളിച്ചു. അവൻ കല്ലും കമ്പും കോലും എടുത്ത് സ്വന്തം ദേഹത്തെ വ്രണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം അവൻ സ്വയം മുറിച്ചതുപോലെ അടുത്തുള്ളവരെ ഒച്ച വെച്ച് ബഹളം വെച്ച് ഉപദ്രവിച്ച് മുറിപ്പെടുത്തുകയും ചെയ്തു. ക്രിസ്തു അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താ? യേശു ചോദിച്ചത് ഏകവചനം സിംഗുലർ, നിൻ്റെ പേരെന്താ? മറുപടി പ്ലൂറൽ ബഹുവചനം, ഇത് ഞാനല്ല ഞങ്ങളാണ്, ഇത് ഞാനല്ല ഞങ്ങളാണ്. കണ്ടാൽ ഒന്നേ ഉള്ളിലും ഒരുപാട് പേരുണ്ട്. ഉള്ളിൽ ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, ലഗിയോൻ എന്ന പ്രേതബാധനെ വെച്ചുകൊണ്ട് പച്ച മനുഷ്യനായ എൻ്റെ ക്യാരക്ടർ ഈ തിരുവചന നിമിഷങ്ങളിൽ ഒരാത്മശോധന ചെയ്യുക. എന്നിൽ ഒരു ലഗിയോനുണ്ടോ? ബൈബിളിൽ ഓരോ കഥാപാത്രവും നമ്മുടെ പ്രതീകമാണ്. നമ്മളിൽ വഞ്ചിക്കുന്ന ഒരു യൂദാസിൻ്റെ ക്യാരക്ടർ ചിലപ്പോൾ ഉയർന്നു വരും. ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ തള്ളി പറയുന്ന ഒരു പത്രോസിൻ്റെ സ്വഭാവം നമ്മളിൽ ഉയർന്നു വരും. ലഗിയോൻ എന്ന പ്രേതബാധനെ പോലെ വിവിധ മുഖവും വിവിധ സ്വഭാവമുള്ള വ്യക്തിത്വങ്ങൾ നമ്മളിൽ കടന്നു വരാം. ലഗിയോൻ്റെ 6 പ്രത്യേകതകൾ നമ്മുടെയൊക്കെ പ്രത്യേകതയാണോ, ജീവിത പ്രത്യേകതയാണോ എന്ന് വചന സന്ദേശത്തിൽ നമ്മൾ ധ്യാനപൂർവ്വം ഒന്ന് വിലയിരുത്തണം. അവൻ്റെ 1-ാമത്തെ പ്രത്യേകത, അവൻ്റെ താമസം സെമിത്തേരിയിലായിരുന്നു. കിടന്നുറങ്ങിയത് കല്ലറയിലാണ്. സെമിത്തേരിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളില്ല, ഇടപെടലില്ല. എൻ്റെ കൊച്ചു കൊട്ടാരത്തിനുള്ളിൽ ഒരു ഏകാന്ത തടവറയിൽ പൂട്ടപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് ബന്ധങ്ങളില്ല, ഇടപെടലുകളില്ല. ചിലരുണ്ടല്ലോ ഇന്നും കൊറോണ വൈറസ് കഴിഞ്ഞു, പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട, ഒരു മനഃശാസ്ത്ര സംതൃപ്തിക്ക് ഓൺലൈൻ കുർബാനയും കണ്ടുകൊണ്ടിരിക്കും. ഓൺലൈൻ കുർബാന കാണുന്നതല്ല, അത് ചുമ്മാ ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു സീരിയൽ കാണുന്ന വിലയെ ഓൺലൈൻ കുർബാനയ്ക്ക് ഇനിയുള്ളൂ. പള്ളി പൂട്ടിയിട്ടപ്പോൾ, കുർബാനയില്ലാത്തപ്പോൾ എന്തെങ്കിലും പകരം വേണ്ടേ? ആ രീതിയിൽ ഓൺലൈൻ കുർബാന സഭയിൽ അനുവദിച്ചു. പക്ഷെ ഇന്ന് അതിൻ്റെ പ്രാധാന്യം പോയി, അതിൻ്റെ പ്രസക്തി പോയി. തളർന്നു കിടക്കുന്നവരും മാറാരോഗികൾക്കും മാത്രം അനങ്ങാനും പള്ളി പോകാനും പറ്റുന്നവർക്ക് കുർബാന. കാരണം വിശുദ്ധ കുർബാന ഓൺലൈനും ഓർമ്മയുമല്ല, ഓർമ്മയും ഒത്തുചേരലുമാണ്. ഓർമ്മയും ഒത്തുചേരലുമാണ്. അപ്പം സെമിത്തേരിയിൽ വാസം. പെരയ്ക്കകത്ത് ഭർത്താവും ഭാര്യയുണ്ട്. ഒന്നും മിണ്ടിയല്ല. മിസ്റ്റർ സക്കറിയ, മിസ്സിസ് എലിസബത്ത് നിത്യമൗനം, കുത്തിയിരിപ്പ്. മരുമക്കളോട് മിണ്ടിയല്ല, നാത്തൂനോട് മിണ്ടിയല്ല, ജീവിത പങ്കാളിയുടെ പേരൻസിനോട് മിണ്ടിയല്ല, ചില അയൽവാസിനോട് മിണ്ടിയല്ല. ആരും വീട്ടിൽ വരരുത്, സംഭാവനയില്ല, പട്ടി അഴിച്ചു വിട്ടിട്ടുണ്ട്. ആര് വിളിച്ചാലും ഞാനും പോകത്തില്ല, ആരും എന്നിലേക്കും വരണ്ട. ഇതാണ് സെമിത്തേരി വാസം. ഒരുപക്ഷെ നമ്മളിൽ പലരും ഈ വചനം ശ്രമിക്കുന്നത് സെമിത്തേരിയിൽ ഇരുന്നുകൊണ്ടാണ്. ഉറങ്ങാൻ പോകുന്ന മോർച്ചറിയിലാണ്, കിടക്കുന്ന ശവപ്പെട്ടിക്കകത്താണ്. മൗനം, നിത്യമൗനം, ഒന്നും മിണ്ടാത്ത അവസ്ഥ. അവസ്ഥയുണ്ടോ? അവസ്ഥയെ വിളിക്കും സെമിത്തേരിയിലെ താമസം, സെമിത്തേരിയിലെ മൗനം
എന്നാണ് പറയുക. 2, അവന് തുണി ഉടുക്കാൻ മടിയായിരുന്നു. അവൻ വിവസ്ത്രനായിരുന്നു. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ അവൻ ദിഗംബരൻ എന്ന് പറയാം. മിസ്റ്റർ ദിഗംബരൻ. തുണി ഉടുക്കാൻ അവന് മടിയായിരുന്നു. ഒരുപക്ഷെ സഭയുടെ മക്കളുണ്ട്, വിവസ്ത്രരാണ്. അവർക്കൊന്നും വേണ്ട. പള്ളി വേണ്ട, കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, കുടുംബ പ്രാർത്ഥന വേണ്ട. ശവം അടക്കാൻ മാത്രമായിട്ട് സഭയുടെ മക്കളായിട്ട് ജീവിക്കുന്നവരുണ്ട്. ക്രിസ്തുവിൻ്റെ നാമം പേറുന്നുണ്ട്. പക്ഷേ മരിക്കുമ്പോൾ അടക്കാൻ ഒരു 6 അടി മണ്ണ് അതിനുവേണ്ടി മാത്രമുള്ള സഭയുടെ മക്കൾ. ഒരുപാട് പേര് സഭയ്ക്ക് വേണ്ടി നഷ്ടം സഹിച്ച്, ത്യാഗം സഹിച്ച്, മരിച്ച് അങ്ങ് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ചിലരുണ്ട് ഇതൊന്നിലുമില്ല. അതൊന്നും എന്നെക്കൊണ്ടൊന്നും പൊതിയാൻ നോക്കണ്ട. 10 കൽപ്പന അവിടെ കിടക്കട്ടെ, തിരുസഭയുടെ പ്രമാണം അവിടെ കിടക്കട്ടെ, സഭയുടെ മാർപ്പാപ്പായും മെത്രാന്മാരും പലതും പറയും അവിടെ കിടക്കട്ടെ. എനിക്ക് എൻ്റെ തോന്നൽ എൻ്റെ വഴി, എൻ്റെ ഇഷ്ടം എൻ്റെ വഴി. ഇതാണ് സ്വാർത്ഥത. ഇങ്ങനെയുള്ള മനുഷ്യനാണ് ലൂക്കാ 15 ധൂർത്തപുത്രൻ. അവൻ പറഞ്ഞു, എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നൽ, എൻ്റെ വാസന പോലെ ഞാൻ വീതം മേടിക്കും. എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നൽ, എൻ്റെ വാസന പോലെ ഞാൻ വീതം മേടിക്കും. അതാണ് സ്വാർത്ഥത എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുണ്ടോ? സ്വാർത്ഥതയിൽ കുറേ നാൾ ജീവിക്കുമ്പോൾ എല്ലാവരും ആ വ്യക്തിയിൽ നിന്നും അകലും. ഈ വ്യക്തിയും എല്ലാവരിൽ നിന്ന് അകലും, അകന്നങ്ങ് പോകും. അതല്ലേ പറയുക, ധൂർത്തപുത്രൻ ദൂരദേശത്തേക്ക് പോയി, ദൈവമെന്ന പ്രേതബാധൻ ദൂരെ കല്ലറിലേക്ക് പോയി, ആൾക്കൂട്ടത്തിൽ നിന്നും മാറിപ്പോയി. അവനെ ഒന്നുകൊണ്ടും പൊതിയാൻ സാധിച്ചിരുന്നില്ല, ഒന്നുകൊണ്ടും ആവരണം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതായിരുന്നു ഈ മനുഷ്യൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. 1, സിമിത്തേരിയിൽ വാസം. 2, ഒന്നുകൊണ്ടും ആവരണം ചെയ്യപ്പെട്ടില്ല. എനിക്ക് സഭ വേണ്ട, പാരമ്പര്യം വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ ഇഷ്ടം, എൻ്റെ സൗകര്യം. ഇവൻ്റെ മൂന്നാമത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എല്ലാ ബന്ധങ്ങളും വലിച്ചു പൊട്ടിച്ചു, എല്ലാ ചങ്ങലകളും അവൻ വലിച്ചു പൊട്ടിച്ചു. ചില അങ്ങനെയുള്ളവരുണ്ട്, ബന്ധങ്ങൾ മുറിക്കുക, ആരുമായി ഒരു ബന്ധവും വേണ്ട. എന്നെ ഒരുപാട് സഹായിച്ചവർ കാണും, പക്ഷെ ചെറിയ ഇഷ്ടക്കേട് വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, ബന്ധം മുറിച്ച് കളയുക. ഏതോ അച്ഛനോട് ഇഷ്ടക്കേട് വന്നു, പള്ളിയുമായുള്ള ബന്ധം മുറിച്ചു. ഏതോ സിസ്റ്റേഴ്സിനോട് അരിശം വന്നു, സഭയുമായുള്ള ബന്ധം മുറിച്ചു. എന്തോ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആരോ എന്തോ എന്ന് പറഞ്ഞു, ആ ബന്ധം പെട്ടെന്നങ്ങ് മുറിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്തോ പറഞ്ഞു, ആ ബന്ധം മുറിച്ചു. പെട്ടെന്ന് ബന്ധങ്ങൾ മുറിക്കുന്ന സ്വഭാവമുണ്ടോ? നമുക്കുണ്ടോ? അങ്ങനെ ബന്ധം മുറിക്കുന്നു. നമുക്കറിയാം, ഒരച്ഛനോടുള്ള പിണക്കത്തിൻ്റെ പേരിൽ ഇനി പള്ളിയില്ല, പട്ടക്കാരില്ല എന്ന് പറഞ്ഞ് പോയാൽ ആർക്കാ നഷ്ടം? അച്ഛന് വേറെ പള്ളിയുണ്ട്, അച്ഛന് വേറെ ദൈവജനമുണ്ട്. പക്ഷെ ഈ വ്യക്തിക്കാണ് നഷ്ടങ്ങൾ സംഭവിക്കുക, ആത്മീയ ശോഷണം സംഭവിക്കുക. എനിക്ക് ബാർബറെ ഇഷ്ടമില്ല എന്നും പറഞ്ഞ് മുടി വെട്ടിക്കാൻ പോകാതിരുന്നാൽ, ഷേവ് ചെയ്യാൻ പോകാതിരുന്നാൽ ബാർബർക്ക് വേറെ താടിയും തലയും മീശയും കിട്ടും. ഇവനോ എന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. നഷ്ടം ഇവനാണ്. എനിക്ക് അലക്കുകാരൻ ഇഷ്ടമില്ല, അവന് തുണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വസ്ത്രം മുഷിയും, അവൻ്റെ ദേഹത്ത് ചൊറിയും, അലക്കുകാരൻ വേറെയും തുണി അലക്കാൻ കിട്ടും. ഒരിക്കലും നമ്മൾ മസിൽ പിടിച്ച് മാറിയിരിക്കുന്ന മനുഷ്യരാണോ? ഭാര്യയൊക്കെ പറഞ്ഞില്ല, എൻ്റെ പൊന്നു മനുഷ്യ ഒന്ന് കുമ്പസാരിക്കാൻ പൊക്കെ, എൻ്റെ പൊന്നു മോനെ പള്ളിയിലൊന്ന് പൊക്കെ, എൻ്റെ പൊന്നു മക്കളെ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊന്ന് വന്നേ. എത്ര നിർബന്ധങ്ങളാണ് നമ്മൾ കേൾക്കുക, എത്ര നിർബന്ധങ്ങൾ. അതൊക്കെ കേൾക്കുമ്പോൾ ഓർക്കണം എൻ്റെ അവസ്ഥ, ഞാൻ ആരാണ്, എൻ്റെ സ്വഭാവം എന്താണ്. അപ്പോൾ അവൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സിമിത്തേരി താമസം. 2, അവന് തുണി ഉടുക്കാൻ മടി. 3, അവൻ ബന്ധങ്ങൾ മുറിച്ചവൻ. 4, ഇവൻ അലറി വിളിച്ചവൻ. ഇവൻ അലറി വിളിച്ചവനാണ്. പ്രേതബാധിതൻ അലറി വിളിച്ചു, ഭയങ്കരമായി അലറുക, സ്വരമുണ്ടാക്കുക. ചില മനുഷ്യരുണ്ട് നല്ലവരാ, പക്ഷേ ക്ഷിപ്രകോപം വന്നോ അലറി വിളിക്കും, എടുത്തിയാട്ടം നടത്തും. ക്ഷിപ്രകോപവും പൊട്ടിത്തെറിയും ജീവിതത്തിൻ്റെ ഭാഗമാക്കി സൂക്ഷിക്കുന്നവരുണ്ട്. അലറി വിളിക്കുക. നമുക്കറിയാം, ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിക്കണം. ചില മനുഷ്യർ നിസ്സാരപ്പെട്ട പ്രകോപനത്തിന് മുമ്പിൽ പളുങ്കുപാത്രം പോലെ തകരുന്നവരുണ്ട്. ചെറിയ ഒരു പ്രകോപനം മതി, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, പെട്ടെന്ന് തകരുക. ആ സ്വഭാവം നമ്മളിലുണ്ടോ? പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം, ഒരുപാട് ശബ്ദം വെക്കുന്ന സ്വഭാവം. 2 ജീവികളാണ് സാധാരണയായി വലിയ ശബ്ദമുണ്ടാക്കുന്നത്. 1
കോഴിപ്പട, 2 രാഷ്ട്രീയക്കാരൻ. രണ്ടുപേരും വലിയ ശബ്ദം വെക്കും. കോഴിപ്പട മുട്ടയിടുന്നതിന് മുമ്പ് പറയും, നാട്ടുകാരെ വീട്ടുകാരെ ഓടിവ, താജ്മഹലും പിരമിഡും കഴിഞ്ഞാൽ ഒരു മഹാത്ഭുതം ഞാൻ കൊട്ടക്കീഴെ നടത്താൻ പോകുന്നു. കുറച്ച് കഴിഞ്ഞ് മഹാത്ഭുതം നടന്നു. വലിയ സൈറൺ പോലെ, കാഹളം പോലെ കുട്ട പൊക്കി നോക്കുമ്പോൾ ഒരു ചെറിയ മുട്ടയിടാൻ വേണ്ടി എന്തൊരു ബഹളമാണ്. താറാവ് വലിയ ബഹളം വെക്കുകയല്ല, മുഴുത്ത മുട്ട ഇട്ടിട്ട് പോകും. നമ്മൾ ഒരുപാട് ശബ്ദം വെക്കുന്നവരാണ്. ഒത്തിരി ശബ്ദം വെക്കുന്നവരിൽ നിന്നും ആനുപാതികമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഒരുപാട് ശബ്ദം വെക്കുന്നവരിൽ നിന്നും ആനുപാതികമായി ഒന്നും പ്രതീക്ഷിക്കാനില്ല. ബഹളവും ശബ്ദവും മാത്രം ബാക്കി. രണ്ടാമത് ശബ്ദം വെക്കുന്ന ജീവി രാഷ്ട്രീയക്കാരൻ. അനൗൺസ്മെൻറ്റ്. സുഹൃത്തുക്കളെ, സ്നേഹിതരെ, സഹാക്കളെ, നിയോജക മണ്ഡലത്തിൻ്റെ അഭിമാനമായവൻ ഒരു കല്ലിടാൻ വരുന്നു. ശബ്ദവും കല്ലും മാത്രമുണ്ട്. നാളെ എത്ര കഴിഞ്ഞാലും അതിന്മേലൊന്നും ഉയരുന്നതായി കണ്ടിട്ടില്ല. ഒരുപാട് ശബ്ദം വെക്കുന്നവരെ നമുക്കൊത്തിരി വിശ്വസിക്കാൻ പറ്റുകയില്ല. പക്ഷെ മൗനം പാലിക്കുന്നവരെ വിശ്വസിക്കാം. 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. 46-ാം സങ്കീർത്തനം 10-ാം തിരുവചനം, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ജീവിതത്തിൽ ഒരു ശാന്തത പ്രധാനപ്പെട്ടതാണ്. ഒത്തിരി ബഹളങ്ങൾ വെക്കാതെ ശാന്തതയിൽ, സമാധാനത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കുക. ഇപ്പം ഇവൻ്റെ വലിയൊരു പ്രത്യേകത, ഇവൻ അലറി ബഹളം വെച്ചിരുന്നു. വെറുതെ എൻ്റെ ഭാര്യയോട് തോന്നുന്നതൊക്കെ പറഞ്ഞ് അലറുന്ന ഭർത്താവാണോ? അരിശം വരുമ്പോൾ നെഞ്ചത്തടി, നിലവിളി, ഏങ്ങലടി, ഭയങ്കര ബഹളം വെക്കുന്ന ഭാര്യയാണോ? മാതാപിതാക്കൾ എന്തേലും പറയുമ്പോൾ ചുമ്മാ ചൂടാകുന്ന മകളാണോ? പ്രേതബാധയുടെ 4ാമത്തെ അടയാളം. 5. ഈ പ്രേതബാധനിൽ 5ാമത് ഒരടയാളമുണ്ട്. അവൻ ഒറ്റയ്ക്കിരുന്ന് കമ്പും കല്ലും കോലും എടുത്ത് സ്വന്തം ദേഹത്തെ വ്രണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. കമ്പും കോലും കല്ലും എടുത്ത് സ്വന്തം ദേഹത്തുള്ള വ്രണങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഇതായത് പിശാചിബാധത്തിൻ്റെ 5ാമത്തെ അടയാളം. സ്വയം മുറിപ്പെടുത്തുക. നമുക്കിലും ചില മനുഷ്യരുണ്ടല്ലോ, സ്വയം മുറിപ്പെടുത്തും. ബൈബിളിലെ മൂത്തപുത്രനെ പോലെയാണ്. അവൻ സ്വയം മുറിപ്പെടുത്തി. ഒരു ദാസനെ പോലെ ഞാൻ പണിതിട്ടും. അപ്പൻ പറഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞില്ല, അവരൊക്കെ പറഞ്ഞു വീട്ടിലെ മോന. അപ്പനും പറഞ്ഞു മൂത്ത മോന. പക്ഷെ അവൻ സ്വയം കരുതി ഞാൻ ഒരു ദാസനാണ്. സ്വയം മുറിക്കുക. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ സ്വയം മുറിക്കും. എനിക്ക് കറുപ്പാണ്, 5 കുറ്റി പൗഡർ ഇട്ട് വെളുപ്പിക്കാൻ നോക്കുക. എൻ്റെ മുഖം ഇരുണ്ടതാണ്, 3 പ്രാവശ്യം ഷേവ് ചെയ്യുക. എനിക്ക് പൊക്കം കൂടുതലാണ്, വളഞ്ഞു നടക്കുക. പൊക്കം കുറവാണ്, ഞെളിഞ്ഞ് നടക്കുക. ഞാൻ വളരെ ചെറിയ സ്പീഡിൽ നടന്ന് കാണിക്കുക. ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും. അല്ലേ പറയും ഞാൻ പാവപ്പെട്ട വീട്ടിലെ മനുഷ്യനാണ്, എനിക്ക് സമൂഹത്തിൽ വിലയില്ല, എന്നെ ഒന്നിനും കൊള്ളുകയല്ല. മനഃശാസ്ത്രത്തിൽ പറയും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എനിക്കൊന്നിനും പറ്റിയല്ല, നിന്നെക്കൊണ്ട് കൊള്ളാം. ഇങ്ങനെ സ്വയം ഇരുന്ന് മുറിക്കുന്നവരുണ്ടോ? അങ്ങനെ മുറിക്കുന്നവർക്ക് വളരാൻ പറ്റിയല്ല. അപ്പം സ്വയം മുറിക്കുന്ന പ്രേതബാധത്തിൻ്റെ ഈ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലുണ്ടോ? എങ്കിൽ അവൻ 6ാമത് ഒരു സ്വഭാവം കൂടിയുണ്ട്. അവൻ ചെയ്തതെന്താ? മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശബ്ദം വെച്ചും ബഹളം വെച്ചും മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കാട്ടിൽ ഏറ്റവും പേടിക്കേണ്ട മൃഗം സിംഹമോ കരടിയോ ചെന്നായമല്ല. വേട്ടക്കാരനെ അമ്പേറ്റ്, നായാട്ടുകാരനെ വെടിയുണ്ടേറ്റ്, ദേഹത്ത് മുറിവുണ്ടായിട്ട് ചാകാതെ രക്ഷപ്പെട്ട മൃഗത്തെ പേടിക്കണം. മുറിവേറ്റ മൃഗം മറ്റുള്ളവരെ മുറിപ്പെടുത്തും. വീട്ടിൽ ഭാര്യയോട് അരിശപ്പെട്ടിട്ട് സ്കൂളിൽ വരുന്ന ഭർത്താവ് കുട്ടികളോട് ക്ഷോഭിക്കും. ഭർത്താവിനോട് അരിശപ്പെട്ട് ആശുപത്രിയിൽ വരുന്ന നേഴ്സ് രോഗിയോട് ക്ഷോഭിക്കും. നമ്മുടെ ഉള്ളിൽ മുറിവുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ 6 കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ ക്രിസ്തു അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, നീയല്ല, ഞാൻ ഒരു ജില്ലാ സമ്മേളനമാണ്, ഒരു ബറ്റാലിയനാണ്, ലീജിയനാണ്, ലഗിയോണാണ്, 100-ലധികമുണ്ട്, ഒത്തിരിയുണ്ട്. ഞാൻ സത്യസന്ധനായ അച്ഛനാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, അച്ഛൻ്റെ പേരെന്താ? ഞാൻ പറയണം, ഫാദർ ലഗിയോൻ കപ്പുച്ചിൻ. ഇപ്പോൾ ഉഴവൂർ സെൻറ്റ് ഫ്രാൻസിസ് ആശ്രമത്തിൽ താമസിക്കുന്നു. ഫാദർ ലഗിയോൻ കപ്പുച്ചിൻ. ലഗിയോൻ. കാരണം കണ്ടാൽ ഒന്നേ ഉള്ളിലും എൻ്റെ ഉള്ളിൽ കുറേ വേറെ വേണ്ടാത്ത ചില സ്വഭാവമുണ്ട്. കുർബാനകുപ്പായം ധരിച്ച് ആൾത്താരെ നീങ്ങുന്നുണ്ടായതൊന്നും അന്തോൻസ് പുണ്യാളൻ്റെ ഇളയ അനിയൻ. പക്ഷെ കാശിൻ്റെ ഇടപാട് വരുമ്പോൾ
സദ്ദാം ഹുസൈനേക്കാൾ ഇരട്ടി കാർക്കശ്യം. മുൻകോപം എടുത്തു കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ മുമ്പിൽ ചുണ്ടിയുള്ളയാൾ. ഒരാളേ ഉള്ളൂ, പക്ഷേ 5 സ്വഭാവങ്ങൾ. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് നടന്നു പോകുന്ന വഴി വെച്ച് കണ്ടാൽ തോന്നും ചിരിച്ച് കളിച്ചു പോകുന്നു. നമുക്ക് തോന്നും ഇതാണ് ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും. വീട്ടിൽ ചെല്ലുമ്പോൾ ഇതാണ് ലൂസിഫറും ബെൽസബൂലിൻ്റെ മൂത്ത പുത്രിയും. എല്ലാവരിലുമുണ്ട് പല മുഖങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സ്വഭാവങ്ങളുണ്ടോ? ഞാനിങ്ങനെ ഒരു ബസ് യാത്ര ചെയ്യുക, ഒരു ബസ്സിൽ യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോകുന്നു, വൈകിട്ട് അവിടെ തിരിച്ചും പോരും. കണ്ടക്ടർ അടുത്തുകൊണ്ട് പറയുന്നു ടിക്കറ്റ്. സത്യസന്ധനാണ് ഞാനെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ ഞാൻ പറയും 5 ടിക്കറ്റ്. കണ്ടക്ടർ പറയും അച്ഛനും ഒരു ഭാഗ്യമുള്ളല്ലോ, എന്തിനാ 5 ടിക്കറ്റ്? ഇപ്പം ഞാൻ പറയണം, പൊന്ന് കണ്ടക്ടറെ, കണ്ടാൽ ഒന്നേ ഉള്ളെങ്കിലും എൻ്റെ ഉള്ളിൽ വേറെ 4 സ്വഭാവം കൂടിയുണ്ട്, അതുകൊണ്ട് 5 ടിക്കറ്റ്. ഒരു ധ്യാനം കൂടാൻ ധ്യാനമന്ദിരത്തിൽ പോകുമ്പോഴാണ് ഞാനിത് പറയുക. ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച തിരിച്ച് ഇതേ വണ്ടിയിൽ തിരിച്ചു പോരുമ്പോൾ പഴയ കണ്ടക്ടർ അതുപോലെ ചോദിക്കും തരട്ടെ 5 ടിക്കറ്റ്. ഞാൻ പറയണം വേണ്ട, ഒരെണ്ണം മതി. അതെന്താ? 4 എണ്ണത്തെ ധ്യാനത്തിലെ കുമ്പസാരത്തിൽ കൗൺസിലിങ്ങിൽ ഇറക്കി വിട്ടു, ഇനി ഒന്നേ ഉള്ളൂ. യേശുവിൻ്റെ പ്രത്യേകത അതല്ലേ? എബ്രായ ലേഖനം 13:8 കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ വ്യത്യാസം, ഞായറാഴ്ചകളിലെ ഞാനല്ല തിങ്കളാഴ്ചത്തെ ഞാൻ, തിങ്കളാഴ്ചത്തെ ഞാനല്ല വെള്ളിയാഴ്ചത്തെ ഞാൻ. പക്ഷെ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഓശാന ഞായറാഴ്ചത്തെ ക്രിസ്തുവായിരുന്നു ദുഃഖവെള്ളിയുടെ ക്രിസ്തു. ദുഃഖവെള്ളിയുടെ ക്രിസ്തുവായിരുന്നു ഉത്ഥാനത്തിൻ്റെ പുലരിലെ ക്രിസ്തു. അവന് പല സ്വഭാവങ്ങളില്ല, ഒന്നേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ജീവിതം ഒന്നേ ഉള്ളൂ. പെട്ടെന്ന് തീർന്നു പോകുന്ന ജീവിതം. വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നു പോവുക. 2023 ഇന്നലെ തുടങ്ങിയതുപോലെ മാസങ്ങൾ വളരെ വേഗം കടന്നു പോകുന്നു. ഇരുണ്ടും വെളുത്തും ദിനരാത്രങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിക്കപ്പെട്ട ജോലി സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ജീവിക്കണം. നാം മൂലം ലോകത്ത് ആരും മുറിയരുത്. നമ്മുടെ വാക്കുകൊണ്ട് ആരുടെയും കണ്ണുനീര് വീഴരുത്. നമ്മുടെ ഇടപെടലുകൊണ്ട് ആരുടെയും മനസ്സ് തളരരുത്. ഒരു ജീവിതം നന്നായിട്ട് ജീവിച്ച്, നന്മയെ ജീവിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുന്ന നല്ല മനുഷ്യനായി ജീവിക്കാം. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ മനുഷ്യ ജീവിതത്തെ സമർപ്പിക്കുന്നു. നീ തന്ന ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മനുഷ്യർക്ക് നന്മ ചെയ്യുവാനും ഇടവരുത്തണമേ. തമ്പുരാന് ചേരാത്ത ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതെല്ലാം എടുത്തു മാറ്റുകയും ദൈവാത്മാവിന് ചേർന്ന ശുദ്ധിയും വെടുപ്പുമുള്ള വിശുദ്ധിയുടെ സ്വഭാവം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. തിരുമുമ്പായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.